റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് +1 സീറ്റ് അനുവദിച്ചപ്പോൾ സർക്കാർ സ്കൂളുകളെ തഴഞ്ഞു. മലപ്പുറം ജില്ലയിൽ 60 ബാച്ചുകൾ നൽകിയതിൽ 12 എണ്ണം മാത്രമാണ് സർക്കാർ സ്കൂളുകൾക്കുള്ളത്. ബാക്കി ബാച്ചുകൾ മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ് നൽകിയത്. കോഴിക്കോട് അനുവദിച്ച മുഴുവൻ ബാച്ചുകളും മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ്. സർക്കാർ സ്കൂളുകളെ തകർക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTA നേതാക്കൾ പറഞ്ഞു. ശാസ്ത്രീയമായി അല്ലാതെ മറ്റ് മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ബാച്ചുകൾ അനുവദിച്ചതെന്നാണ് ആരോപണം. ബാച്ചുകൾ നഷ്ടപ്പെട്ട് നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുന്ന നിലയിലാണ് വടക്കൻ കേരളത്തിലെ പല സർക്കാർ സ്കൂളുകളും. സോണൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സോണൽ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ ഇതാണ്. നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന പ്രതിസന്ധി നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ബാച്ചുകൾ അനുവദിച്ചപ്പോൾ സർക്കാർ സ്കൂളുകളെ തഴഞ്ഞിരിക്കുന്നത്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നീക്കം നടന്നിരിക്കുന്നത്? പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത്, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല ഈ ബാച്ചുകളൊക്കെ തന്നെ വീതിച്ച് നൽകിയത് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കേണ്ടി വരും. മലബാറിനെ സംബന്ധിച്ച് +1 സീറ്റിലെ പ്രതിസന്ധി കാലങ്ങളായി നമ്മൾ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. UDF സർക്കാർ ഭരണത്തിൽ വന്ന സമയത്ത് പറഞ്ഞത് ഒരു കുട്ടി പോലും പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ 60 ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഈ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ 60 ബാച്ചുകൾ അനുവദിച്ചതിൽ സർക്കാർ സ്കൂളുകൾ വെറും 12 എണ്ണം മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് ആശങ്ക വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിച്ച ബാച്ചുകളൊന്നും തന്നെ സർക്കാർ സ്കൂളുകളില്ല. മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ് കോഴിക്കോട് ജില്ലയിൽ പൂർണ്ണമായിട്ടും ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ള കണക്ക് കൂടിയും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട മറ്റു കണക്കുകൾ എന്ന് പറയുന്നത്, മലപ്പുറത്തെ തന്നെ എടവണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ബാച്ച് തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബയോസയൻസ് ബാച്ചിലെ 130 കുട്ടികളിൽ 86 വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മൂത്തേടം സ്കൂളിൽ 66 വിദ്യാർത്ഥികളും നെല്ലിക്കുന്ന് സ്കൂളിൽ 52 വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ട്രാൻസ്ഫർ വാങ്ങി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലായി 117 സ്കൂളുകൾക്കാണ് 120 ബാച്ചുകൾ അനുവദിക്കുന്നത്. ഇതിൽ മലപ്പുറം ജില്ലയുടെ കണക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. 60 ബാച്ച് അനുവദിച്ചെങ്കിൽ പോലും 12 സർക്കാർ സ്കൂളുകൾ മാത്രമാണ് ആ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളിടത്താണ് അതിൻ്റെ ഒരു അപാകതയുള്ളത്. സർക്കാർ സ്കൂൾ സംവിധാനത്തെ പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്കാണ് ഈ സർക്കാർ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇടത് അധ്യാപക സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. തീർച്ചയായും സോണൽ കൃഷ്ണയാണ് വിശദമായ വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്.